അവനൊക്കെയാണ്. ഒരു മെന്റലി ഭയങ്കര ഡൗണാണ്. അവളുടെ വിചാരം അവൾ കാരണമായിട്ടെല്ലാം സംഭവിച്ചെന്ന്. അവൾ ഭയങ്കര വീക്കാണ്. നീ അവളെ കൊണ്ട് വീട്ടിൽ പോവാം. നീ ഒന്ന് കരയിൽ നിർത്ത്. ഡോക്ടർ പറഞ്ഞല്ലേ ഓക്കെ ആണെന്ന്. കുട്ടികൾ കരയിൽ നോക്കിയ. എടാ, നീ ഗൗരവം കൊണ്ട് വീട്ടിൽ ചെല്ല്. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. കല്യാണി മോളെ, നീയും ചെല്ല്. എടാ സജി, ചെല്ലടാ. വെറുതെ ഇവിടെ എല്ലാവരും കൂടി നിന്ന് പ്രഷർ കൂട്ടണ്ട. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. വെക്കോ. നിങ്ങൾ വണ്ടിയിലേക്ക് കയറി. ഞങ്ങൾ കുറച്ച് ഓട്ടത്തിലായിരുന്നു. പോലീസ് സ്ട്രോങ് ആണ്. മൊബൈൽ ട്രേസിൽ അവർ സിറ്റി വിട്ട് പോയിട്ടില്ല. അവന്മാർ എന്തായാലും ഞങ്ങളിത് പൊക്കിയിരിക്കും. മുഴുവൻ പോലീസുകാരെ ഇറങ്ങിയിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ എല്ലാവരും ഒന്ന് കാം ഡൗൺ ചെയ്യണം. ആമാരുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ദയവ് ചെയ്ത് നിയമം കയ്യിലെടുക്കരുത്, പ്ലീസ്. കഴിഞ്ഞ വർഷം ചെയ്യാരത്ത് സെബാറ്റിയുടെ അടക്കം നടക്കുന്ന സമയത്ത് സാറുമാർ പറഞ്ഞു നിയമം കയ്യിലെടുക്കരുത്. പിറ്റേ ആഴ്ച എറണാട്ടുകാരെ പാടത്തെ ചെളിന്നാണ് 3 പേരെ മാന്തിയെടുത്ത്. കുറച്ചു നാൾ മുമ്പ് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിച്ചു. പേര് ഡേവി. ഇപ്പോൾ ഒരുത്തന്നെ തുന്നി കിട്ടിയിട്ടിരിക്കുക. സാറ് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയതുകൊണ്ടാണ്. പഴയ സ്ഥലത്ത് പോയി തപ്പിയാ ഇനിയും ഞങ്ങൾ മനസ്സിലാവും. അവന്മാരെ ആരുടെ കയ്യിൽ കിട്ടിയാലും ഞങ്ങൾ പൊട്ടിച്ചോളിയും സാറ്. പോയി കിടന്നാലോ? റൂമിൽ പോവാം. എന്നാ ഞാനൊരു റൂമിൽ പോയിക്കോട്ടെ. ഭയങ്കര മുട്ടുവേദന. ഞാൻ നന്നായി പോയി റെസ്റ്റ് എടുക്കാം. 403. മോൻ വരുന്നോ മോനെ? അല്ല, അമ്മയോട് ഇല്ല. ഞാൻ അമ്മേ, മോളെ പോയിക്കോ. ഹലോ 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 സജി, ഞാൻ റൂമിൽ പോയി വിളിക്കാം. ലിഫ്റ്റിലാണ്, കേൾക്കുന്നില്ല. ആ ആ. ഗിരിയേട്ടൻ്റെ അമ്മയല്ലേ? അതെ, ഞങ്ങള് പുള്ളിയുടെ പരിചയക്കാരൻ. ഗിരിയേട്ടാ, സജി എന്തായടാ? അമ്മായി ഓക്കെ, നീ വേഗം കൊണ്ടുപോ. അവൻ
അവന്മാരെ പോലീസിന് കിട്ടി. ഹോസ്പിറ്റലിന്റെ പരിസരത്താണ് പൊക്കിയത്. ഏതാണ്ട് പിടുത്തം കൊടുത്ത പോലെയാണ്. സ്റ്റേഷനിലോ? കിഴക്കേക്കോട്ട അന്തരാജ് സാറാണ് വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. സാറേ പറഞ്ഞിട്ട് രണ്ടുപേര് ബൈക്ക് ഓടിക്കണം. ഇപ്പൊ സ്ക്വാഡ് വെക്കുന്നതാണ്. ഗിരിയേട്ടൻ എത്തിയില്ലേ? നിനക്ക് മതിയായില്ലടാ. സാറേ ഞങ്ങള് പരിചയക്കാരല്ലേ? പ്രൊസീജിയേഴ്സ് എല്ലാം എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് പ്ലാന്. സാറേ അത് കഴിഞ്ഞിട്ടല്ലേ റിമാൻഡ്? അല്ലടാ, ഇപ്പൊ തന്നെ നിന്നെ കൊണ്ടുപോവാടാ. ആയിക്കോട്ടെ, ഞങ്ങൾ റെഡി. നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഡാമേജ് എനിക്ക് മനസ്സിലാവും. ബട്ട് നിയമം കയ്യിലെടുക്കാൻ നിൽക്കരുത്. നിങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ ഇല്ലീഗലാണ്. ഇവന്മാർ പുറംലോകം കാണാത്തത്ര വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. തൃശൂർ നഗരത്തെ ഒന്നടങ്ങ് ഞെട്ടിച്ച ATM കൊലപാതകത്തിന്റെയും ഡേവിസിനി വധക്കേസിന്റെയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൻ ജനാവലിയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവർ സമാനതകളില്ലാത്ത അക്രമകാരികളായ ചെറുപ്പക്കാരാണ് ഡോൺ സെബാസ്റ്റ്യനും സിജു കെയും. ഈ 3 മർദ്ദനു ശേഷം ഇവർ നടത്തിയ കൊലപാതകങ്ങളും ക്രൂരവും നിന്ദ്യവുമായിരുന്നു. ആക്രമണത്തിനിരയായ കുരുവിളയും മംഗളത്തെ ദേവകേമയും ഇപ്പോഴും അത്യാസന്ന നിലയിൽ ICUവിലാണ്. പ്രതികളെ ചികിത്സയാണ് ഇവിടെ. അവളെ കുറച്ച് ഇഷ്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം.